ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഹോളിഗയാണ്, കർണാടകത്തിലെ ഒരു പലഹാരം. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഉള്ള സമയത്ത് തയ്യാറാക്കിയതാണ്. ഇപ്പോൾ 1 കപ്പ് കടല പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ കുക്കറിൽ വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ട കൂട്ട് തയ്യാറാക്കാം. ആദ്യം 1 കപ്പ് മൈദപ്പൊടി എടുത്തു. ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇത് ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ആദ്യമായിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ബാംഗ്ലൂരൊക്കെ ഇതെല്ലാവരും കഴിക്കുന്നതാണ്. അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വീടുകളിൽ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അതും ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കടലപ്പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിച്ച് അടുപ്പത്തൊന്ന് വെച്ച് നന്നായി വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി വെന്ത് കുറുകി വരുന്ന സമയം നമുക്ക് 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. ഇത് കുക്കറിൽ ഇട്ട് നന്നായി വേവിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ കുറുക്കിയെടുത്ത് ഒന്നുകൂടി നന്നായി കുറുക്കിയെടുത്തിട്ട് വേണം നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് തിരുവനന്തപുരത്ത് ഇതുപോലെയുള്ള പലഹാരമുണ്ട്. ഇതിന് ബോളി എന്ന് പറയും. ബോളിയും അതിൻ്റെ കൂടെ പായസം കൂടി ഒഴിച്ച് കഴിക്കുന്നത്. പിന്നെ കാസർഗോഡ് ഉണ്ട്. ഇത് ബാംഗ്ലൂരും ഇതെല്ലാവരും കഴിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ നന്നായി കുറുകി വന്നു. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. കുറച്ച് കടലപ്പരിപ്പ് ഇങ്ങനെ ക്രഷ് ചെയ്ത പോലെ ആക്കിയിട്ട് എടുത്താൽ നമുക്കിത് കഴിക്കുമ്പോൾ കടിക്കാനൊരു സുഖം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. നേരത്തെ കുഴച്ച് വെച്ച മൈദമാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ചെറിയ ഉരുളയാക്കി മൈദമാവ് എടുക്കുക. അതുപോലെ തന്നെ അതേ വണ്ണത്തിലുള്ള നമ്മൾ കടല പരിപ്പ് തയ്യാറാക്കി വെച്ചതും കൂടി എടുക്കുക. എന്നിട്ട് മൈദമാവിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷമാണ് ഇത് പരത്തിയെടുക്കുന്നത്. അതിനായി ഞാനൊരു ഗ്ലാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഈ ഗോതമ്പ് പൊടിയുടെ പേപ്പറാണ്. അതിൽ കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ട് കൈ കൊണ്ട് വെച്ച് പരത്തിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതുപോലെ മൈദമാവിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് മെല്ലെ പ്രസ് ചെയ്തിട്ട് നമുക്കിതേപോലെ കൈ വെച്ച് ഒന്ന് റൗണ്ടാക്കി പരത്തിയെടുക്കാം. നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കാം. ഞാനീ പരത്തിയത് അത്ര നേരിയതായി കിട്ടിയില്ല. ഇത് നല്ല ടേസ്റ്റുള്ള ഇതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. പിന്നെ വലിയ മെനക്കെടൊന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കാൻ പറ്റും. കുറച്ച് കടലപ്പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയവും നമുക്ക് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കേണ്ട ആ ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ. ഇതുപോലെ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ തവയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു സൈഡ് മൊരിഞ്ഞ് വരുന്നതിനനുസരിച്ച് നമ്മൾ മറിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ പരത്തിയെടുത്തിട്ട് ചുടുന്നുണ്ട്. കാണുന്നില്ലേ നല്ല. അപ്പോൾ എണ്ണ തൂവി കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എടുത്താൽ കിട്ടൂ. അതായത് ഒരു ഭാഗം നന്നായി വെന്തതിന് ശേഷം മറുഭാഗവും തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാ
കൂട്ടുകാർക്കും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഹോളിക്ക് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, കുറച്ച് മധുരം ഉള്ളത് കൊണ്ട് തന്നെ. എങ്കിലും ഒരു അധികം മധുരമില്ല. എല്ലാം തയ്യാറാക്കി കഴിഞ്ഞ് നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എന്ന വിശ്വാസത്തോടെ താങ്ക് യു. ബൈ ബൈ.